എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും അനക്കങ്ങളിൽ നിന്നും സ്റ്റിൽനെസ്സിലേക്ക്, അതായത് ടോട്ടലി ശാന്തമായ ഒരവസ്ഥയിലേക്ക് വന്നെത്തുക എന്നുള്ളതാണ്. ചിന്തകളിൽ നിന്നും ശാന്തമായ മാനസികാവസ്ഥയിലേക്കും ശാരീരികമായ ചലനങ്ങളിൽ നിന്നും ശാന്തമായ ശാരീരികാവസ്ഥയിലേക്കും പതിയെ എത്തുക എന്നുള്ളതാണ് ഈ ധ്യാനം എന്നുള്ളത് കൊണ്ട് സാധാരണ ഉദ്ദേശിക്കാറുള്ളത്. ഈ ധ്യാനത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾ തുടങ്ങി അതിൽ നിന്നും പതിയെ ശാന്തതയിലേക്ക് എത്തുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ധ്യാനം ആർക്കും ചെയ്യാം. ഏത് മാനസികാവസ്ഥയിലുള്ളവർക്കും ഈ ധ്യാനം വളരെയധികം നല്ലതാണ്. അങ്ങേയറ്റം ശാസ്ത്രീയവും നല്ല രീതിയിൽ ശാന്തതയിലേക്ക്, റിലാക്സേഷനിലേക്ക് കൊണ്ടുപോകുന്നതുമാണ് ഈ ധ്യാനം. ദിവസവും 2-3 നേരം ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ശാന്തത കൈവരിക്കുവാനാവും. അതുകൂടെ തന്നെ ആങ്സൈറ്റി ഉള്ളവർക്കും മറ്റ് മാനസിക പ്രശ്നങ്ങൾ, പാനിക് അറ്റാക്ക് ആണെങ്കിലും പാനിക് ഡിസോർഡർ ആണെങ്കിലും അതേപോലെ OCD, ഡിപ്രഷൻ എന്നുള്ള മാനസിക പ്രശ്നങ്ങളുള്ളവർ, സാധാരണ മാനസിക സമ്മർദ്ദം, ഓഫീസ് റിലേറ്റഡായ വീട് സംബന്ധമായ മാനസിക സമ്മർദ്ദങ്ങളുള്ളവർക്കെല്ലാം ഈ മെഡിറ്റേഷൻ, ഈ ധ്യാനം ഫലപ്രദമാണ്. അപ്പോൾ എല്ലാവരും ധ്യാനത്തിന് തയ്യാറെടുക്കുക. നിങ്ങൾക്ക് ഇരിക്കുകയോ കിടക്കുകയോ ആവാം. ഇരുന്ന് ചെയ്താലും കിടന്ന് ചെയ്താലും ഫലം ഒന്ന് തന്നെയാവും. നിങ്ങൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും കൈകാലുകൾ അനക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അനക്കാം. ശാരീരികമായി എന്തെങ്കിലും ചെറിയ ലക്ഷണങ്ങൾ വരികയാണെങ്കിലും അതിന് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പുറത്തെന്തെങ്കിലും ശബ്ദങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതും സാരമില്ല. അതിനൊക്കെ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് ചിന്തകൾ മനസ്സിനകത്തേക്ക് കടന്നു വരികയാണെങ്കിൽ വരട്ടെ. ചിന്തകളെ തടയുക എന്നുള്ളതല്ല ധ്യാനത്തിൻ്റെ ലക്ഷ്യം. വരുന്ന ചിന്തകളെ മൈൻഡ് ചെയ്യാതിരിക്കുക. ചിന്തകൾ വരട്ടെ, അവ എന്നെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ധ്യാനത്തിൻ്റെ ലക്ഷ്യം. ഇത് നമ്മൾ മുന്നോട്ട് പോകുന്തോറും ചിന്തകൾ പതിയെ പതിയെ വരാതാവുകയും നമ്മുടെ ഫോക്കസ് എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും. ധ്യാനത്തിലേക്ക് തയ്യാറാവാം. നിങ്ങൾ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ശാന്തമായി സുഖമായി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ടൈറ്റായ വസ്ത്രങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ലൂസാക്കുക. ഇനി ഞാൻ പറയുന്ന പോലെ ചെയ്യുക. കണ്ണടയ്ക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല. ഞാൻ പറയുമ്പോൾ നമുക്ക് കണ്ണടയ്ക്കാം. ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. ശ്വാസം പതിയെ അകത്തേക്ക് പൂർണ്ണമായി നമ്മുടെ ശ്വാസകോശങ്ങൾ നിറയുന്നത് പോലെ അകത്തേക്ക് എടുക്കുക. ശ്വാസകോശങ്ങൾ മുഴുവനായി കാലിയാവുന്നത് വരെ മൂക്കിലൂടെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുക. ഒരു തവണ കൂടി ലങ്സ് പൂർണ്ണമായും നിറയുന്നത് വരെ ശ്വാസം അകത്തേക്ക് എടുക്കുക. ശ്വാസകോശം പൂർണ്ണമായി കാലിയാവുന്നത് വരെ ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം പതിയെ അകത്തേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കണ്ണുകൾ പതിയെ അടയ്ക്കുക. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ അടച്ച കണ്ണുകൾ പതിയെ തുറക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കണ്ണുകൾ പതിയെ അടയ്ക്കുക. അകത്തേക്കെടുക്കുമ്പോൾ കണ്ണുകൾ പതിയെ തുറക്കുക. പുറത്തേക്ക് വിടുമ്പോൾ കണ്ണുകൾ പതിയെ അടയ്ക്കുക. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ കണ്ണുകൾ പതിയെ തുറക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കണ്ണുകൾ പതിയെ അടയ്ക്കുക. ഒരു തവണ കൂടി. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ കണ്ണുകൾ പതിയെ തുറക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കണ്ണുകൾ പതിയെ അടയ്ക്കുക. ഇനി കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ശ്രദ്ധ നമ്മുടെ കൈകളിലേക്ക് കൊണ്ടുവരാം. കൈകൾ നിങ്ങളുടെ തുടകളിലോ അതല്ലെങ്കിൽ സൈഡുകളിലോ ശരീരത്തിൻ്റെ വശങ്ങളിലോ കിടക്കുകയാണെങ്കിൽ
കൈകൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ വശങ്ങളിലോ മലർത്തി വയ്ക്കുക. നിങ്ങളുടെ വിരലുകളിലേക്ക് ശ്രദ്ധ ചെലുത്തുക. തള്ളവിരൽ ചെറുവിരലിനെ പതിയെ സ്പർശിക്കുക. ആ സ്പർശനത്തിൻ്റെ ഒരു അനുഭൂതി നിങ്ങൾ ശ്രദ്ധിക്കുക. പതിയെ തള്ളവിരൽ ചെറുവിരലിൽ നിന്നും വിടുവിക്കുക. ഇനി തള്ളവിരൽ നിങ്ങളുടെ മോതിരവിരലിൽ മുട്ടിക്കാം. അത് മുട്ടുന്നത് ആസ്വദിക്കുക. ആ സ്പർശനം ആസ്വദിക്കുക. തള്ളവിരൽ മോതിരവിരലിൽ നിന്നും വിടുക. ഈ സമയം അത്രയും നിങ്ങൾ റിലാക്സ്ഡാണ്. ശ്വാസോച്ഛ്വാസം സാധാരണഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തള്ളവിരൽ നടുവിരലുമായി തൊടുക, സ്പർശിക്കുക. ആ സ്പർശന സുഖം ആസ്വദിക്കുക. പതിയെ വിടുവിക്കുക. ഇനി തള്ളവിരൽ നമ്മുടെ ചൂണ്ടുവിരലുമായി സ്പർശിക്കുക. ആ സ്പർശന സുഖം ആസ്വദിക്കുക. പതിയെ വിടുക. ഇനി നമ്മൾ നമ്മുടെ ശ്വാസത്തിലേക്ക് വരാം. നിങ്ങൾ ശ്വാസം പതിയെ അകത്തേക്കെടുക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മൂക്കിലെ പാലങ്ങളിലും വായു അകത്തേക്ക് ചെല്ലുന്ന വഴികളിലും ഈ തണുത്ത വായു സ്പർശിക്കുന്നതായി അനുഭൂതിയായി സങ്കൽപ്പിക്കുക. പുറത്തേക്ക് വിടുമ്പോൾ ചൂടുള്ള വായു അതേ പാലങ്ങളിൽ തട്ടി പുറത്തേക്ക് പോകുന്നതായി സങ്കല്പിക്കുക. അകത്തേക്കെടുക്കുമ്പോൾ തണുത്ത വായു മൂക്കിൻ്റെ പാലങ്ങളിൽ തട്ടി സ്പർശനത്തോടുകൂടി അകത്തേക്ക് ചെല്ലുന്നതായി സങ്കല്പിക്കുക. ചൂടുള്ള വായു പുറത്തേക്ക് പോകുന്നതായും സങ്കല്പിക്കുക. ഒരു തവണ കൂടി. അകത്തേക്കെടുക്കുമ്പോൾ ചൂടുള്ള വായു സ്പർശിച്ച് അകത്തേക്ക് പോകുന്നു. പുറത്തേക്ക് വിടുമ്പോൾ ചൂടുള്ള വായു പുറത്തേക്ക് പോകുന്നു. ഇനി അകത്തേക്കെടുക്കുമ്പോൾ തണുത്ത വായു നമ്മുടെ തൊണ്ടയിലൂടെ കടന്നു പോകുന്നതായി സങ്കല്പിക്കാം. പുറത്തേക്ക് വിടുമ്പോൾ ചൂടുള്ള വായു തൊണ്ടയിലൂടെ പുറത്തേക്ക് പോകുന്നതായി സങ്കല്പിക്കാം. അകത്തേക്കെടുക്കുമ്പോൾ തണുപ്പുള്ള വായു തൊണ്ടയിലൂടെ കടന്നു പോകുന്നു. പുറത്തേക്ക് വിടുമ്പോൾ ചൂടുള്ള വായു തൊണ്ടയിലൂടെ കടന്നു പോകുന്നു. പതിയെ റിലാക്സായി ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. അകത്തേക്കെടുക്കുമ്പോൾ തണുത്ത വായു തൊണ്ടയിലൂടെ കടന്നു പോകുന്നു. പുറത്തേക്ക് വിടുമ്പോൾ ചൂടുള്ള വായു തൊണ്ടയിലൂടെ പുറത്തേക്ക് പോകുന്നു. ഇനി ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ ലങ്സ്, നിങ്ങളുടെ ശ്വാസകോശങ്ങൾ വികസിക്കുന്നത് അനുഭവിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശ്വാസകോശം ചുരുങ്ങുന്നത് അനുഭവിക്കുക. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ ശ്വാസകോശം വികസിക്കുന്നത് അനുഭവിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശ്വാസകോശം ചുരുങ്ങുന്നത് അനുഭവിക്കുക. ഒരു തവണ കൂടി. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ ശ്വാസകോശം വികസിക്കുന്നത് അനുഭവിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശ്വാസകോശം ചുരുങ്ങുന്നത് അനുഭവിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസം തുടരുക. നമ്മൾ ഇരിക്കുന്ന മുറിയുടെ അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന മുറിയുടെ അന്തരീക്ഷം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ കിടക്കുന്നതിൻ്റെ ഇടതുവശത്ത് കണ്ണ് തുറക്കാതെ തന്നെ എന്തെല്ലാമുണ്ട് എന്ന് മനസ്സിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാം.
നിങ്ങളുടെ നേരെ മുന്നിൽ, കിടക്കുന്നതാണെങ്കിലും ഇരിക്കുന്നതാണെങ്കിലും നേരെ മുന്നിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ എന്തൊക്കെയുണ്ട് എന്ന് മനസ്സിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാം. നിങ്ങളുടെ വലതുവശത്ത് എന്തൊക്കെയുണ്ട് എന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ മനസ്സിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാം. നിങ്ങളുടെ പുറകുവശത്ത്, അതല്ലെങ്കിൽ തലയുടെ മുകൾ ഭാഗത്ത് എന്തെല്ലാമുണ്ട് എന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ മനസ്സിൻ്റെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് ശാന്തതയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾ ശ്വാസോച്ഛ്വാസം പോലും ശ്രദ്ധിക്കാതെ റിലാക്സ്ഡായി ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണ്. ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യാതിരിക്കുക. ചിന്തകൾ വരട്ടെ, അവഗണിക്കുക. ശബ്ദങ്ങൾ വരട്ടെ, അവഗണിക്കുക. ശരീരത്തിലെ ലക്ഷണങ്ങൾ എന്ത് വന്നാലും അവഗണിക്കുക. ഒന്നും ചെയ്യണ്ട. മനസ്സുകൊണ്ടും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ശരീരം കൊണ്ടും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വെറുതെ കണ്ണോടച്ച് സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് വെറുതെ ഇരിക്കുക. ഇനി എൻ്റെ ശബ്ദത്തിലേക്ക് തിരികെ വരിക. എൻ്റെ ശബ്ദം പോലും നിങ്ങൾക്ക് വളരെയധികം ശാന്തതയും സമാധാനവും നൽകുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ ശരീരമാസകലം നല്ല ഒരു ശാന്തത കളിയാടുന്നതായി സങ്കല്പിക്കുക. നിങ്ങളുടെ മനസ്സ് അങ്ങേയറ്റം ശാന്തമായതായി സങ്കല്പിക്കുക. ശരീരവും മനസ്സും ഇത്ര നല്ല രീതിയിൽ ശാന്തമായതിന് നിങ്ങളെ സ്വയം അഭിനന്ദിക്കുക. ഇതേ മെഡിറ്റേഷൻ ദിവസവും 2-3 നേരം നല്ല രീതിയിൽ കുറേ ദിവസം ചെയ്താൽ നിയതമായ ശാന്തത ലഭിക്കും എന്ന് നിങ്ങൾ സ്വയം ഉറപ്പിക്കുക.
നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും പ്രസൻറ്റിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുക. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഒരു തവണ റിലാക്സായി സ്ലോ ആയി ബ്രീത്ത് ചെയ്യുക. ശ്വാസം അകത്തേക്കെടുക്കാം, ശ്വാസം പുറത്തേക്ക് വിടാം. നിങ്ങൾ നല്ല റിലാക്സേഷനും നല്ല ശാന്തത അനുഭവിക്കുന്നു. ഈ ശാന്തത നിങ്ങളോടൊപ്പം ഈ ദിവസം മുഴുവൻ, ഇനിയുള്ള സമയം മുഴുവൻ ഉണ്ടായിരിക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പതിയെ കണ്ണുകൾ തുറക്കാം.